മർക്കോസ് എഴുതിയ സുവിശേഷം 6:48 കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ചു വലയുന്നത് അവൻ കണ്ട് ഏകദേശം രാത്രി 4 യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്നു. ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരെ അക്കരയ്ക്ക് ബെത്സേദയ്ക്ക് പറഞ്ഞയച്ച ശേഷം താൻ തനിയെ മലയിൽ പ്രാർത്ഥനയ്ക്കായി പോയി. വൈകുന്നേരം പടക് കടലിൻ്റെ നടുവിലും യേശു ഏകനായി കരയിലുമായിരിക്കുമ്പോൾ കാറ്റ് പ്രതികൂലമായി അടിച്ചതിനാൽ അവർ തണ്ടുവലിച്ച് വലയുന്നത് യേശു കണ്ടിട്ട് അവരുടെ അടുത്ത് ചെന്നതിനെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവർ പോകുമ്പോൾ കാറ്റില്ലായിരുന്നു, അന്തരീക്ഷം നല്ലതായിരുന്നു. എന്നാൽ കടലിൻ്റെ നടുവിലെത്തിയപ്പോഴാണ് കാറ്റ് പ്രതികൂലമായി പടക് ഉലയാൻ തുടങ്ങിയത്. ശിഷ്യന്മാർ അവരുടെ സകല കഴിവ് ഉപയോഗിച്ച് തണ്ടുവലിച്ചു. എന്നാൽ പടക് മറിയുമോ, തങ്ങൾക്ക് ആപത്ത് സംഭവിക്കുമോ എന്നൊക്കെ ഓർത്ത് ഭയപ്പെട്ട ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഒരു പ്രതീക്ഷയുമില്ലാത്ത സമയത്ത്, അതായത് രാത്രിയുടെ 4 യാമത്തിൽ യേശു കടന്നു വരുന്നു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ആ സമയത്ത് യേശു അവരുടെ അടുത്ത് ചെന്ന് കാറ്റിനെ ശാന്തമാക്കി. അവരുടെ കൂടെ പടകിൽ കയറി അവർ ഒരുമിച്ച് യാത്ര ചെയ്ത് മറുകരയിലെത്തി. ഇതുപോലെ നമ്മുടെ ജീവിതമാകുന്ന യാത്രയിലും യേശു പറഞ്ഞിട്ട് തന്നെ നമ്മൾ പല കാര്യങ്ങൾക്കും യാത്ര തിരിക്കുമ്പോൾ ആദ്യം പ്രശ്നങ്ങൾ ഉണ്ടാകയില്ലായിരിക്കാം. യേശുവിൻ്റെ ഹിതപ്രകാരമാണല്ലോ നാം ഇറങ്ങിത്തിരിച്ചത്, അതുകൊണ്ട് പ്രതികൂലങ്ങൾ കാണില്ല എന്നൊക്കെ നാം വിചാരിക്കും. എന്നാൽ വിഷയത്തിൻ്റെ മധ്യത്തിൽ നാം പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ കടന്നു വരാം. ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ പ്രതികൂലങ്ങൾ ഇപ്പോൾ തന്നെ മാറുമെന്ന് കരുതി നാം നമ്മുടെ കഴിവ് ഉപയോഗിച്ച് അതിൽ മുന്നോട്ട് പോകുവാൻ ശ്രമിച്ചാലും ഒരിക്കലും രക്ഷയില്ലാത്തതുപോലെ പ്രതികൂലങ്ങൾ വർദ്ധിച്ചെന്ന് വരാം. ദൈവം കൈവിട്ടോ, ആ വിഷയത്തിൽ ഇനി മറുപടി ലഭിക്കയില്ലയോ എന്ന് കരുതി നമ്മുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് നാം ഭയപ്പെടുന്ന ആ സമയത്തായിരിക്കും സമയങ്ങളും നാളുകളും കഴിഞ്ഞും ഇനിയും രക്ഷയില്ല എന്ന് കരുതുന്ന ആ സമയത്ത് 4 യാമത്തിൽ കടന്നു വന്നതുപോലെ യേശു നമ്മുടെ വിഷയത്തിലും തക്ക സമയത്ത് കടന്നു വന്ന് വിടുതലുകൾ തന്ന് നമ്മെ സഹായിക്കുന്നതും നമ്മെ അത്ഭുത സാക്ഷിയാക്കി മാനിക്കുന്നതും കാണാൻ കഴിയും. അതുകൊണ്ട് മറുപടി കാണാത്ത, വഴിയറിയാതെ അലയുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ഭയപ്പെടാതെ, ഭാരപ്പെടാതെ യേശുവിനായി വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. അവൻ നിശ്ചയമായും 4 യാമത്തിൽ കടന്നു വന്ന് മറുപടി നമുക്ക് നൽകുക തന്നെ ചെയ്യും.